പറഞ്ഞപ്പോ വിളിച്ചിട്ടിപ്പിച്ചതാ അവൻ. എന്റെ കാല് ഇവിടെ ഉണ്ടോ? ഏതാ വണ്ടി? ക്ലിയോ ആണോ? എനിക്കറിയാം അത് സ്വിഫ്റ്റ് ആണോ? ഇല്ല ക്ലിയോ ആണോ അത്? ഞാൻ വേണം കുറച്ച് സ്റ്റിയറിംഗ് ഇങ്ങനെ കടിച്ചു പിടിച്ച് ഓടിക്കാം കൈ വിട്ടാ. അപ്പൊ ഇവര് കുറച്ച് ഫ്രണ്ടിലെത്തും. അപ്പൊ പിന്നെ അവിടുന്ന് ഓവർടേക്ക് ചെയ്യുന്ന ഒരു രസം ഉണ്ടാവൂലേ? ആൾക്കാര് നാളെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇടും. കുരുവി അപ്പൊ ഞങ്ങളെ പുതിയ ടാഗ് ലൈൻ കിട്ടും. നമ്മള് സഹിച്ചില്ലേ? ആരറിയോ വണ്ടി എടുക്കാത്തെ? പുതിയ കണ്ടന്റ് ആരാ കേറത്തെ? ആരാ വണ്ടി എടുക്കാത്തെ? കിട്ടും. അപ്പൊ ഞാൻ ഡിസ്കൗണ്ട് ആയി കളിക്കണ്ട. ഷൗട്ടക്സ് ഇല്ല ഷൗട്ടക്സ് പിന്നെ വേണ്ടുന്നുണ്ട്. ആശേ ഞാൻ മ്യൂട്ട് ആണ്, അല്ലെങ്കിൽ സ്നൈപ്പിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെ മ്യൂട്ട് ആണ്. എല്ലായിടത്തും ചെക്ക് പോയിന്റ് വെക്കണം. അപ്പൊ കൂട്ടാൻ ഞാൻ എടുക്കാത്തോ? ഞാൻ ആദ്യം ഈ അപ്പുക്കുട്ടൻ എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു നമ്മളെ ഇവിടത്തെ അപ്പുക്കുട്ടനാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് ആ അപ്പുക്കുട്ടനല്ല ഈ അപ്പുക്കുട്ടൻ. നിങ്ങൾ ഷൗട്ട് ചെയ്തടാ. Longest rally sprint possible 95 kilometer. Wow. എന്റെ വണ്ടി 95 kilometer. 95 കിലോമീറ്ററോ? ഈ 561 ക്ലാസ്സിലുള്ള ബിയിലുള്ള വണ്ടി വെച്ചിട്ടാ? കുറച്ച് ചെയ്തായി കേട്ടോ. ഇത് തീരുമ്പോ 3 മണി. മാമന്റെ വണ്ടി ഇതെന്ത് ഇങ്ങനെ? വണ്ടിയേക്കാളും ചെറിയ ചെക്ക് പോയിന്റ് ഒക്കെ ആയിട്ടാണ് കളി. ആരും പോയില്ല. വണ്ടിക്ക് ബ്രേക്കിൽ ഇത് സ്വിഫ്റ്റ് ഉണ്ട്. ഇത് സ്വിഫ്റ്റ് അല്ലേ ഇത്? അല്ല റെനോന്റെ അത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൻ ബാക്കിൽ വന്നിട്ടുണ്ട്. സോയി ഗോളടി ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഉണ്ട് നോക്കണേ. എന്നെ എങ്ങനെ ചെയ്യല്ലേ കുഞ്ഞി? ഈ സ്വിഫ്റ്റിനാണ് നമ്മൾ 94 കിലോമീറ്റർ പോകാൻ പോകുന്നത്. ഇതാ കഴിഞ്ഞ റാലിക്കാരായിരുന്നു എന്ത് രസമായിരുന്നു അറിയാവോടാ. അതല്ല ഒരു ചലഞ്ച് ഒക്കെ വേണ്ടേ? മാപ്പിടാനും കവപ്പിടാനും നിന്റെ വണ്ടി വളയണില്ല. ബമ്പർ കൊണ്ട് ഇടിച്ചു കയറ്റാൻ തോന്നും. നീ എന്നെ ഇടിക്കുന്നേ? ടീമനല്ലേ? മലപ്പുറമില്ല വഴി വരും. അല്ല കയറി ഈ ഡീമൻ എന്നെ ഞാൻ എന്ത് ചെയ്തു? ഇത് ഓഫ് റോഡ് വണ്ടിയാണോ? റാലി വണ്ടിയാണോ? മനസ്സിലായി. ക്യാപ്റ്റനെ കുറെ നാളായിട്ട് ഫോർസ് കളിക്കാൻ വേണ്ടി വിളിക്കുന്നു. നല്ലോണം പഠിച്ചു വെച്ചേക്കാണ്ടാ. ഇത് എടുത്തില്ലേ? എങ്ങോട്ടാ മനസ്സിലാവുന്നില്ലല്ലോ വഴി. ഇങ്ങോട്ട് പോകുന്ന കാട്ടിലൂടെ എങ്ങോട്ട്? ഇവരൊക്കെ എപ്പോ നമ്മുടെ ബാക്കിലായിരുന്നു. കംബാക്ക് എന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. തിരിയണോ? ചില്ല
ബ്രോ അവിടെ ഒന്ന് ചില്ല ഇരി അവിടെ ബ്രോ ആട്ടും കാട്ടം തൽക്കാലം കണ്ടോണ്ടിരിക്കും നമുക്ക് പിന്നെ സംസാരിക്കാം അതൊക്കെ. നിന്റെ ഒരു സംസാരത്തിൽ അവൻ ട്രിഗർ ആണെങ്കിൽ നീ എത്ര കിലോടാ കയ്യിൽ വഴിതെറ്റിച്ചു വിട്ട് ആരോ എന്നെ ഒന്ന് ഇടിച്ച് വേറെ വഴിക്ക് കിട്ടുക. ചേട്ടൻ എന്തോ പോകുന്ന ഒരു ക്യാഷ് വഴി തെറ്റി പറഞ്ഞോണ്ട് ഞാൻ 50,000 ചെക്ക് പോയിന്റും ഇത് ആരുണ്ടാക്കിയ മാപ്പ് ഇത് അവനുണ്ടാക്കിയായിരിക്കല്ലേ. ഞാൻ വിളിച്ചിട്ട് എന്നെ വിളിച്ചു പറഞ്ഞതാ കിടില്ല മാപ്പ് ഡിമ, ഞാൻ കൊണ്ടുപോയി. ഡിമ, ഞാൻ എവിടെ പോയി? ഞാൻ കാടിന്റെ ഇടയ്ക്ക് പോയി. ക്യാഷ് ഇതെങ്ങനെയാ വേണ്ടത് ഇവിടെ ഇതുണ്ടോ? എങ്ങനെയാണ് പോകണ്ടെന്നറിയാം. ഒരു ഫ്ലോയിലങ്ങ് പോകുന്നത്. തട്ടല്ലേ തട്ടല്ലേ തട്ടല്ലേ. ഞാൻ തട്ട് രണ്ടെണ്ണത്തിന് എന്റെ ഫ്രണ്ടിൽ കിടന്ന് കളിക്കല്ലേ. എന്തിന് വഴി വീട്ടിൽ കൂടി ഇതെങ്ങോട്ട് വീട്ടിൽ കൂടി ഇതെങ്ങനെ മിനി മാപ്പ് നോക്കാം. അത് ഇടിച്ച് എന്നെ ഇടിച്ച് വഴി കേട്ടിട്ടായിരുന്നു. ആ ലോജിറ്റൊക്കെ വീട്ടിനെ എല്ലാരും കളിക്കുന്നുണ്ടോ? നീ അവിടെ കൂപ്പർ അടിച്ചിട്ട് എന്റെയും ചീട്ടൂരാനാ. സോ ഇത് വഴി തന്നെ അല്ലെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കയറുന്നത്. സൗണ്ട് കേൾക്കുന്നുള്ളൂ. എനിക്കൊരു ഇതുണ്ട് ക്യാഷ് ഒരു 80 എത്തുമ്പോ പിന്നെ ക്യാഷിനെ കണക്ക് അതാണ് കുറച്ചേരെ കാണുള്ളൂ. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മാക്സിമം പോവാൻ പറ്റുന്നിടത്തോളം പോട്ടെ. കുറച്ചേരെ ഞാൻ കാണുള്ളൂ. ക്യാഷ് ഹാൻഡ് ബ്രേക്ക് വാങ്ങിച്ചാ ഇല്ലല്ലോ? ഇല്ല, മറ്റേ സ്റ്റിയറിംഗില് ബ്രേക്ക്. മറ്റേ ടർട്ടിൽ ബീച്ച് എന്തിനായി? ടർട്ടിൽ ബീച്ച് ഷമീം ബ്രോ ദുബായ് എത്തിയിട്ട് അയക്കാ കിട്ടിയിട്ടില്ല. സുഖം തന്നെ ക്യാഷൊക്കെ? സുഖം തന്നെ. നല്ല സുഖം. പിന്നെ എത്ര പേരൊക്കെ കൊന്ന്? അന്ന് പറഞ്ഞ മറ്റേ കാര്യമില്ലായിരുന്നു. ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. കണ്ടായിരുന്നു? നോക്കിയായിരുന്നോ? അതെ കണ്ടു. കണ്ടല്ലേ? കണ്ടില്ലെന്നാ വിചാരിച്ചു. ഞാൻ പറഞ്ഞ മറ്റേ അത് പറഞ്ഞിട്ട് എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാം അവർക്ക്. അത് ഞാൻ ചെക്ക് ചെയ്തില്ല. എന്താ ചെക്ക് ചെയ്യാത്ത കാസ്ട്രോ പിന്നെ അവിടുന്ന് വിളിച്ചായിരുന്നോടാ? പിന്നെ വിളിച്ചിട്ടില്ല. ഒന്നിട്ട് വെയിലൊക്കെ അയച്ചിട്ടല്ലേ. എനിക്ക് രണ്ടെണ്ണം വന്നായിരുന്നു ഇന്നലെ. കുതിരയൊക്കെ വാങ്ങിച്ചായിരുന്നോ? കുതിര പിടിക്കാനാ പോയത്. അയ്യോ വലിയ കുതിര. ഈഗിളിന്റെ ആദ്യത്തെ ആർപ്പി പൊളിയായിരുന്നു. നൈസായിട്ട് സംസാരിച്ചപ്പോ മലയാളം പൊളിയുന്നു ചത്ത്. എന്നിട്ട് വല്ലതും കൊടുത്തായിരുന്നോടാ നീ കാസ്ട്രോ? അന്ന് ഇങ്ങനെ ഇരിക്കുന്നു. കുതിരക്ക് എന്തൊരു പേരിട്ടത്? കുതിരക്കും എന്റെ കുതിരയുടെ പേര് കുട്ടൻ. എന്റെ കുതിരയുടെ പേര് ശീല. ഏതൊരുത്തന്റെ കുതിരയുടെ പേര് അണ്ടിക്കണ്ണൻ എന്നൊക്കെ പറഞ്ഞ വേറെ അർത്ഥമാണോടാ? കുട്ടൻ എന്ന് പറഞ്ഞാ വേറെ അർത്ഥം. ജോഗി എന്റെ കുട്ടനെ കണ്ടിട്ടില്ലേ? കുട്ടനെ കണ്ടോണ്ടിരിക്കും കിടക്കുന്നുണ്ട്. ഇനി അങ്ങനെയാണ് കണ്ടത്. UK കണ്ടു. UK പോയി പല കുട്ടന്മാരെ കണ്ട് നീ എനിക്ക് പരിചയമുള്ളപ്പോഴേ സായിപ്പിന്റെ കുട്ടൻ. സായിപ്പിന്റെ കുട്ടന്മാരെ കാണേണ്ട ആവശ്യം. എടാ ഡീമ വിളിക്കുമ്പോ ഭീമ എന്നാ കേൾക്കുന്നത്. ശാസ്ത്രത്തെ മാത്രമേ കേൾക്കുന്നുള്ളൂ. ശാസ്ത്രത്താ നമ്മുടെ പണ്ടൊരു ഭീമ ചേച്ചി ഉണ്ടായിരുന്നു. അത് ഇടിക്കാതിരിക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ അങ്ങനെ കൂടി എടുത്തത്. ആണാണോ പെണ്ണാണോ? അയ്യോ ആണോ പെണ്ണാ? കുതിര ആണ്. അതെന്താ നന്നായി.
പോയടാ. പണം വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. രണ്ടാമതല്ലടാ കിടക്കുന്നേ, അടങ്ങി. അത്രേ ഉള്ളൂ. സൂപ്പർ. എല്ലാരും വന്നിട്ട് സൂപ്പർ. എങ്ങനെ രക്ഷപ്പെട്ടു പോണത്? ഞാനവിടെ മറ്റേ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് 3 പേരും വന്നു അതിൽ തന്നെ. കമ്പാക്ക് ഉണ്ട്, കമ്പാക്ക് ഉണ്ട്. ചില്ല, നിങ്ങളൊക്കെ ചില്ല, എന്റെ കമ്പാക്ക് ഉണ്ട്, കമ്പാക്ക് ഉണ്ട്. പോയി പയ്യ വന്നാ കൊള്ളാം. അവര് നിന്റെ സ്ക്രീനിൽ കളിയാണല്ലേ, നിന്റെ കളിയാണല്ലേ, അവര് മാപ്പിൽ നോക്കിട്ടുണ്ട്. എന്റെ കമ്പാക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ അത് ഓർത്ത് വെച്ചോ നിങ്ങള്. നിന്നോട് എത്ര നാൾ ഓർത്തേക്കണം? എത്ര ദിവസം ഓർത്തേക്കണം? നമ്മളെല്ലാരും ഓർത്ത് വെക്കണല്ലേ ബ്രോ. എന്തെങ്കിലും ഞാൻ പിന്നത്തെ വഴി കൂടെ നീ ടീം നീ അതെങ്ങനെയാ ഇതിന് പറയും? വഴിയില്ലായിരുന്നു അവിടെ. വേറെ എനിക്ക് ആർക്കും ഒരു വഴിയില്ലായിരുന്നു. നീ കുതിര വാങ്ങിച്ചാടാ? ശീലേ? ഞാൻ നിന്റെ ഷക്കീലയുടെ പടം കണ്ട കാര്യമല്ല പറഞ്ഞത്. ഗോകുലൂടെ പോയല്ലേ അവിടെ കുതിര വായിച്ചേ, മറന്നുപോയോ? ടൈം ഫോർ ദ കമ്പാക്ക്. ഒറ്റയ്ക്ക് ആരൊക്കെ മോട്ടിവേഷൻ പറഞ്ഞിരിക്കുന്നത്? കമ്പാക്ക് ടൈം. കമ്പാക്കോ നീ കേട്ടോടാ. അവർ ഫേസ് ചെയ്യാൻ നോക്കിയാണോ അവര് പൊട്ടരുന്ന് കറക്കിക്കൊണ്ടിരിക്കുന്നത്? The plates. It's players. അതെന്താ സൗണ്ട് ഇട്ടത് രാവിലെ എന്റെ പൊട്ടി വീണെന്ന്. ഇല്ല എന്റെ അല്ല. ആരാണ് പെട്ടെന്ന്? എന്തായാലും പോളി മാപ്പടാ, പോളി മാപ്പ് ഉണ്ടാക്കിയവരാരാന്നോ. വണ്ടിയും കൂടി ഒന്ന് മാറിക്കഴിഞ്ഞ സെറ്റായി ഈ വണ്ടി. ഞാൻ കേട്ടോ, നമുക്ക് ഈ മാപ്പ് തന്നിട്ട് നോക്കി തിരിക്കുമായിരിക്കും അവർ. 18 മിനിറ്റ് ബാക്കിലാണ്, 18 സെക്കൻഡ്. നിങ്ങളെല്ലാരും എത്ര പെർസെന്റേജ് ആയി? അപ്പോ ആഷ്മൂട്ടറൊക്കെ ഉറങ്ങുവാന്നോടാ? മൈക്ക് മൈക്കിന്റെ സൗണ്ട്. കമ്പാക്ക് പറഞ്ഞിട്ടുണ്ടായി, അത് ഈ കളി ഉണ്ടാവില്ല. വണ്ടേ അടുത്ത കളി ഉണ്ടാവില്ല. എന്റെ കൂടെ ഉണ്ടാത്ത സോയില് തോന്നേറ്റൊന്നും കാണാനില്ല. തോന്നു അപ്പുകൂടെ ബാഗല്ലേ പിന്നെ കാണുന്നത്. നിർത്തിയിട്. മുന്നോട്ട് വേണം, മുന്നോട്ട് വേണം. തൊട്ട് വല്ലല്ലോ അവിടെ നിർത്തിയിട്ട് എന്നെ കാണാം. രണ്ടാമതാക്കിക്കൊണ്ട് ഡീമൺ 2 അല്ല 3. ഗോകു കയറി. 3ആയി. ഗോകു സെക്കൻഡ്. ഞങ്ങൾക്ക് ഈഗിളിന്റെ കമ്പനി കാണണ്ട. ഈ കാസ്ട്രോ ഇങ്ങനെ ഒരു 30% ആകുമ്പം അടുത്ത തേർഡിലോട്ട് പുറത്തോട്ട് പോകും. എന്തൊരു അപ്പി വണ്ടിയായി പോടാ. അയ്യോ വഴിതെറ്റിപ്പോയി. നീ വഴി തെറ്റോടാ, വഴി പിഴച്ചു പോയടാ. ഗോകു അവിടെ ഇടിച്ചില്ലല്ലേ? ഗോകുന് അവിടെ കളയാന്ന് വെച്ചത്. ഞാൻ ഗർഭം അലസി കിടക്കുന്നതൊക്കെ കളയാന്നൊക്കെ പറയുന്നവരൊക്കെ കയ്യിൽ തുടച്ചളങ്ങാലൊക്കെയാണോ പറഞ്ഞത്? എന്തൊക്കെയാടാ ഈ പറയുന്നേ? ബാത്റൂമിൽ നീ നോക്കെന്തായിട്ട് കേട്ടത്? പല്ല നോക്കൂ.
ഒന്നും പറയാറുണ്ട്. ഇങ്ങനെ കളയാനില്ല. നോക്കൂ ഡീമൻ സ്വന്തം പറഞ്ഞു ഇല്ല ഗോക്കുടെ ബാക്കി കൊണ്ട് ഇടിച്ചതാ വഴി എവിടെ വഴി കഴിഞ്ഞ ഗോക്ക് ഇതിലുള്ള ഓർത്ത് വെച്ചായിരിക്കും എന്താണ് ഈ മനുഷ്യന്മാർക്കൊക്കെ സ്പേസിൽ പോകാൻ പറ്റുന്നത്? മനുഷ്യന്മാര് കുറെ പേര് മസ്കമ്മൻ അതിനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലേ? ആത്മവിശ്വാസം കൈവിടരുത് ഇപ്പോഴും. ഞാൻ ഇപ്പോഴും പ്രതീക്ഷയില്ല. നിങ്ങൾ ഡൗൺ ആവാതെ വരുന്നാൽ മതി. ഒരുപാട് ടെൻഷൻ വരുമ്പോഴാ ഈഗിളെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഈകളെ ഞാൻ ഒരു കാര്യം പറയും, നടക്കാത്തതായിട്ടൊന്നും ഞാനിപ്പോ ഗ്യാസ് ഫയൽ പൊട്ടിക്കും. ശാസ്ത്രം അങ്ങെത്തിയാ സ്റ്റെപ്പ് 1 ഒരു ചാക്കി പിടിച്ചതാ. ഇത് മറന്നേക്കടാ, ഇത് ഗോപി ജയിക്കൂടാ. 28% ആയത്. ഗോക്കു ബൈ ബൈ ഇങ്ങനെ ചെക്കായത് അതാ മതിലെടുത്ത് ചക്കാവും വണ്ടി പിന്നെ റിവേഴ്സ് എടുത്തിട്ട് ഗോക വൃത്തിയോ ഗോക്ക് നമ്മൾ ഫെയർ ആയിട്ട് വണ്ടി കയറി ഇങ്ങനെ സംഭവിക്കും, മനസ്സിലായോ? അതിലിടിച്ച് പൊളിച്ചിട്ടാണ് അടവ് ചക്കയുണ്ട്. ആത്മവിശ്വാസമാണെങ്കിൽ അതില്ലെങ്കിൽ പോയി. ഈ തോക്കൊന്നും അവർക്ക് ഭയങ്കര വിശ്വാസം. മലയാളം മതിയെടാ, പോയി മലയാളം. ഗ്യാസ് എന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. ടീം ഇടിച്ചല്ലോടെ എന്തോ പറ്റിയല്ലോ. എന്തിനാ അയ്യോ 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 എന്തോ ഗോക്കു പറയാൻ വന്നല്ലോ. അല്ലടാ പട്ടി. കാസ്ട്രോ കാസ്ട്രോ കാസ്ട്രോയുടെ കുതിരയുടെ പേരെന്തിന്? ലോറി ഡ്രൈവറാണ് ഇരിക്കുന്നത്, സ്വിഫ്റ്റ് ഓടിക്കുന്നത്. അതെന്ത് ഈകൾ വണ്ടി ഓടിക്കുന്ന നോക്കണം, അവരെ ഫേസ് ക്യാം നോക്കണം ആരേലും. അവിടെ എന്തിനാ പ്രശ്നം, അവിടെ എന്തിനാ പ്രശ്നം കാസ്ട്രോ? എന്തുണ്ട് എന്തുണ്ട് പോയി നോക്കി വാ, പോയി നോക്കി വാ. എത്ര എന്നെ അടിക്കുന്നു, ആ കുണ്ട. ഇത് ഞാൻ 40 സംതിങ് ആയിരുന്നു. ഇതിന് ബാക്ക് കയറി വരാൻ പറ്റും. കുണ്ട, കുണ്ട. ഈഗിളിന്റെ അടുത്തായിരുന്നു. കൊണ്ട് ഇടിപ്പിച്ചേ ഇടിച്ച് ബാക്കിന്ന് ഒറ്റ പിടിച്ചതാ. ഞാൻ കാഷിനോടെ കൊണ്ട് ഗോക്കുടെ ഇടിപ്പിച്ച്. ഗോകുന് ബ്ലൂബെറി ഇഷ്ടമാണ്. ഇത്തിരി പറയ്. ബ്ലൂബെറി അറിയാ, ബ്ലൂബെറി എന്ന് പറഞ്ഞാൽ നല്ല ഇതാണ്, നല്ലതാ. ഇഷ്ടമാണ്. ബ്ലൂബെറിന്റെ മേലെ നീല കളർ ഇരിക്കുന്നു. അതല്ല, അതിന് കുറെ ഗുണങ്ങളുണ്ട്. എനിക്കറിയാം എന്തൊക്കെയാണ്. നീ പറയണെങ്കിൽ ഞാൻ എന്ത് ഗുണമെന്ന് എല്ലാവർക്കും അറിയാം. പോയി ഇങ്ങോട്ട് വാ, അങ്ങോട്ടല്ല. കോഴിന്ന് പറഞ്ഞാൽ കോഴിന്നാ കേൾക്കുന്നത്. സല്യൂട്ട് അടിച്ച് നിൽക്കുന്നു. ഈഗിളിന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലേ ഈഗിളേട്ടാ? കോൺഫിഡൻസിലിരിക്കും. നീ ഒറ്റയ്ക്ക് നീ എന്തിനാ അത് കഴിച്ചോണ്ടിരിക്കണം? ഞാൻ കഴുതല്ലടാ പൊട്ട. അവിടെ കണ്ണാടി വെച്ചോണ്ടിരിക്കുന്ന അവൻ കഴിച്ചാ അവന് ബ്ലൂബെറി ഇല്ലാത്ത സാധനം ഇറങ്ങത്തില്ല. അവൻ ഗീറിന് 5 കൈ കൊണ്ടാണ്. നിനക്കല്ലടാ ഇവിടെ ബ്ലൂബെറി ഇഷ്ടം. എനിക്കൊന്നുമല്ല. യൂക്കി ആരെ പറ്റി പറയുന്നത്? അവിടെ ആരോ പോയല്ലോ. പ്രഗ്നൻസി ഗോക്കു പോയോ? എന്തോ പറ്റി. എല്ലാം ഒന്ന് നോക്കിട്ട് വരാ. എനിക്ക് ബ്ലൂബെറി ഒന്നും ഇഷ്ടമല്ല. ജബസാരി 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 ജബസാരി. അല്ലല്ലോ ആ പാട്ട്. പകരാക്കി അങ്ങനെയാണ്. ബ്ലൂബെറി ഇഷ്ടമാണോ? ഈസ്റ്റോളിയാ. ആശുപത്രിയിലല്ലേ പോണ അങ്ങനെ നമ്മൾ കണ്ടുപിട്ടിയ അവസാനം അല്ലേ? ഇത് ക്യാഷ് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ കിടന്ന് എത്ര നാൾ ഫോൾസ് വിളിച്ചോണ്ടിരുന്നത്. നോക്കൂ, ഫോൾസ് വിളിക്കുന്നില്ലേ, ഫോൾസ് വിളിക്കുന്നില്ലേ.
ഞാൻ അന്ന് കളിച്ച് പിന്നെ ഗൂഗിൾ മെസ്സേജില്ല അന്ന് കളിച്ചാ ലാസ്റ്റ് ഇടയ്ക്ക് ദിവസം ലൈവ് ഇട്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അതന്നെ അന്ന് ഗൂഗിൾ മെസ്സേജ് പറയാതെ ഉണ്ടാക്കി ഇംഗ്ലീഷ് ചാനലിന്റെ പേരെന്തേലും ഇത്ര നേരം ആദ്യം കൺസിസ്റ്റന്റ് നിൽക്കുന്നത് ഇന്നത്തെ കാസ്റ്ററൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കിയ ഒരു ചാനല്. ഓ പിന്നെ ഉണ്ടാക്കി മോണിറ്റൈസേഷൻ കഴിഞ്ഞാണ്. ഇരിക്കുന്നു. എടാ ഇത് ബഗ് ആട്ടോടാ, റേസ് ബഗ് ആട്ടോ. അവനവിടെ വലിച്ചോണ്ടിരിക്കുക പുറകെ ഈഗിൾ. കഴിവില്ലായ്മ ബഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. താങ്ക് യു താങ്ക് യു. ഗോകു നീ കുറച്ച് റേസ് നോക്കി ഈഗിളുടെ ഫേസ് ക്യാമറ നോക്കി അറിയാം. ഞാൻ സൈഡിൽ കണ്ടോണ്ടിരിക്ക. എനിക്ക് പോകുമ്പോ അത് ഇതേപോലെ എന്ത് പോകണ്ട് ഇത്രയും അബ്യൂസീവ് ആയിരുന്നു കേട്ടോ. നീ അബ്യൂസീവ് ആയിരുന്നു ഇത്രയും. അവൻ കണ്ണാടി വെച്ചിരിക്കുന്ന മോന്ത് കണ്ടിട്ട് നീ അപ്പയോ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞ അബ്യൂസീവ് ആയിരുന്നു കേട്ടോ. അവൻ മുക്കണ കണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. കാസ്ട്രോ ഇങ്ങനെ എത്ര സൈലന്റ് ആയിട്ടിരിക്കുന്നു. പാട്ടൊക്കെ വന്നിട്ട് ടെൻഷൻ അവനറിയാം ഈ സമയത്ത്. അത് മേബൽ ചാവോ എന്ന് പാട്ടിട്ടോണ്ട് ഇപ്പൊ റീൽസ് അറിയാം. അപ്പൊ അറിയാം. ഇതുപോലൊരു കണ്ണാടി സുമയ്ക്ക് വാങ്ങിച്ചോളൂ. എനിക്കെന്തായാലും സെക്കൻഡ് ഇട്ടെന്ന് എനിക്ക് ഉറപ്പാ. എടാ ഇവളെങ്ങനെ മറ്റേ കണ്ണാടി ഇന്ത്യടാ അത് പോയി. കുന്നും മലയൊന്നും മണ്ണിടിഞ്ഞുള്ളോ ഫോഴ്സ് ആയിട്ടുള്ള ഫീലിങ്സ് അവരൊക്കെ നമ്മുടെ വണ്ടി മാത്രം സ്പീഡ് വായിപ്പിക്കുക. പക്കാടാ ഇത് പക്ക. ഇത് ഗോക്കും ഫോഴ്സ് ഉണ്ട് അയ്യപ്പ. അല്ലല്ല നമ്മള് ഒട്ടും ഇതല്ല. നീഡ് ഫോർ സ്പീഡ് 2 ഉണ്ട്. നിനക്ക് കളിക്കാൻ പറ്റില്ല കൈക്കൂലി. എനിക്ക് ഇതിനൊക്കെ കഴിവുണ്ടല്ലോ. കാട്ടില് മേട്ടിലൊക്കെ പോയിരിക്കുന്നവൻ എന്തോ മുഖത്തെ കണ്ണാടി, കൈ ഗ്ലൗസ്. അയ്യോ അയ്യോ എടാ അത് കൂടുതൽ പോകുമ്പോ മമ്മിക്ക് കറിക്കരിയ. നിങ്ങളുടെ ഗ്ലൗസ് ഇട്ട് കളിച്ചു നോക്കും. മറ്റേ മൗസിന് മാത്രമേ ഗ്ലൗസ് ഉള്ളായിരിക്കുള്ളൂ എനിക്ക്. അല്ല ഇത് ഈഗിളിന്റെ ഗ്ലൗസ് അല്ല, ഗ്ലൗസ് മാറിപ്പോയതാ കൂടുതൽ വന്നപ്പോ. എന്റെ കൈ അഞ്ചണ്ടേ നാളെ തേവിടെ വെച്ചിട്ട് അരി എന്നിട്ട് മമ്മിക്ക് കറിക്കരിയ കൈയൊറയായിട്ടുണ്ടാ. ടീം നല്ല ഗ്യാപ്പ് ഇട്ട് എന്റെ അമ്മോ. ഞാൻ പറഞ്ഞില്ലേ തിരിച്ചുപിടി. ഞാൻ ലീഡർ ബോർഡ് ഡോമിനേറ്റ് ചെയ്യും. ഡീമന്റെ മാസ് ഇനി എപ്പോ വിട്ടിച്ചായിരുന്നു? നീ പന്തിരാടാ എടുത്തു പറഞ്ഞു. നീ പോയി അല്ല ഈഗിളിപ്പോ എന്നെ വെട്ടിച്ച് പോയി. അതുകൊണ്ട് പറഞ്ഞത് സോയും കൂടെ കേറിപ്പോയി കഴിഞ്ഞാൽ ഇവ കോമ്പറ്റീഷൻ ആയിരുന്നറിയോ. അപ്പുക്കുട്ടൻ ലെഫ്റ്റ് പോയ റൈറ്റ് പോണ വണ്ടി. അതാണ് പിന്നെ അവന്റെ കോമ്പറ്റീഷൻ. സോയി കയറി പോയിട്ടാ ഇനി കോമ്പറ്റീഷൻ
കേറി പോണ വഴി എനിക്കിട്ട് ഇടി ഇടിക്കാൻ സ്പോർട്സ് കാർ പോലെ ഓടിക്കുന്ന ആശിന്റെ പുറകെ അപ്പുക്കുട്ടാ ഞാൻ വരുന്നുണ്ടാ, കുഴപ്പമില്ലടാ. നമ്മുടെ മാച്ചാണ്ടാ, കമോൺ. ഞാൻ ലീഗിലോട്ട് വലിച്ചിടാൻ നോക്കരുത് നീ. എവിടെ ഇടിച്ചില്ല Guys, ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ കണ്ടോ, 0 മിസ്റ്റേക്സ്, 0. പക്ഷെ കാര്യമില്ല, നീ ജയിച്ചോടാ, നിന്റെ ജയം ആർക്ക് വേണം? എന്തോ പറഞ്ഞാലും കട്ടക്കാരൻ ചിരിക്കുന്നത് നിനക്ക് നാണമില്ലല്ലോ സ്കൈ. ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ടോ കളിയാക്കുന്നുണ്ടല്ലേ? മോശം മോശം 0 മിസ്റ്റേക്സ് ആണ്, ഇനി 0. ബീച്ചിലൊക്കെ സന്തോഷിക്കാൻ പറഞ്ഞാൽ എന്റെ ടോപ്പിക്കാ. ടീമ എന്ത് നോക്കട്ടെ ടീമാ, അവനെ കാണാൻ കൊടുത്താ കുതിരക്ക് എടുത്തു. കാണുന്നുണ്ടാ അല്ല ഞാൻ പറയാം, അപ്പുക്കുട്ട പിന്നെയും കയറും. കഴിഞ്ഞ കളിക്ക് ഞാൻ ഈ മെഷീൻ ഒരു കൈ പിടിച്ചിട്ട് പോലും ആശന്റെ ഫ്രണ്ടിൽ കയറിയില്ല. അപ്പൊ ഞാൻ കയറിയായിരുന്നു ആ ഒരു പേടിയില്ല എനിക്ക്. അതാ ഞാൻ പറഞ്ഞ സ്പോർട്സ് കാർ പോലും ടിപ്പ് പോലെയാണ് ഓടിക്കുന്നത്, നിർത്തിയൊക്കെ വളക്കി. 51%. അത്ര ആളോ നിങ്ങള് 52 കൂടാ? അറിയാ നിനക്ക് ചാൻസ് ഉണ്ട്, നീ അപ്പൊ തിരക്കുണ്ട്. അല്ലല്ല, ഇത് ഒരെണ്ണം കൂടാൻ തന്നെ കൊറേ നേരം പിടിക്കുന്നുണ്ട്. 45 46 ആവാൻ ഞാൻ എത്ര നേരം 45. നീ ഒരുമാതിരി ലീഗിലോട്ട് വലിച്ചല്ലേ? ഒരുമാതിരി അവിടെ മറ്റു ലീഗിലോട്ട് വലിച്ചിട്ടല്ലേ? പിയോ നമ്പർ എന്തര്? 16, 28, 30. കളി എന്തിനു പറഞ്ഞത്? അയില് വിക്രം വലത്തെ സൈഡിൽ മൂക്കളെ. ഡിലേ ആയിട്ട് തമാശ എടുത്തിരിക്കുന്നതാണ്. അളിയാ കേട്ടില്ലേ തള്ളിയാ? ചെക്ക് പോയിന്റ് പോയതേ വഴി കഴിഞ്ഞാ ഇപ്പോഴും പോയാ ഇല്ലല്ല. അവിടെ എന്ത് പറ്റി? ടീമിന് എന്താ പറ്റില്ലോ? എന്നെ ഇതൊന്നും പറ്റിയില്ല, അത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും, നിങ്ങളവിടെ സ്വായിക്കോളും. ഇല്ല, അവിടെ അവൻ വേറെന്തിനാ ചെയ്ത് കൊടുക്കുന്നുണ്ടാ ഫോർസയ്ക്ക് കളിപ്പിക്കാൻ. അണ്ടാ ഞാൻ കഴുത്തിൽ മറ്റേ ഫാനൊക്കെ ഇട്ടോണ്ടാ കളിക്കുന്നത്. സൂപ്പർ. കഴുത്തിൽ കാര്യമായിട്ട് അത് കൊള്ളായിരുന്നു. പിന്നെ വട്ടം വെക്കല്ലേ, വട്ടം വെക്കല്ലേ. എടുത്തെത്തിയോ? കള്ള, എടാ കള്ള. എന്റെ ഒരു പെൺകുതിരണ്ട് ഇരിക്കണേ എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ ഗോകു, ആ RDR മീറ്റ് ചെയ്യാൻ പറ്റൂ കുതിരകളെ? നീ കുഞ്ഞു നോക്ക്, ഞാൻ ചെയ്ത് നോക്കാം. ഞാൻ നിന്റെ അച്ഛനെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഫസ്റ്റ് പറഞ്ഞ സെക്കൻഡ് പറഞ്ഞല്ലോടാ. ഇപ്പഴേക്ക് കാര്യം പിടിയിട്ട് എന്താണെന്നറിയോ, ഞാൻ ഫുഡ് കഴിക്കില്ല. അങ്ങനെ അവിടെ ആശായിട്ട് ഒടുക്കത്തെ റേസിലാണ്. ഞാൻ ആശായിട്ടോ, ഞാൻ സോയോ ഇവിടെ ഇടുന്ന റേസ്, നിങ്ങളുടെ റേസ് കാണുന്നതിനേക്കാളും എക്സൈറ്റ്മെന്റ് ഇത് കാണാനാണെന്നാണ് ആൾക്കാർ പറയണേ. കാരണം അത്രയ്ക്കും ക്ലോസ് റേസാ, അതായത് ഭയങ്കര കോമ്പറ്റീഷൻ. ഇവിടെ തേരത്തോട്ടത്തിൽ കൂടെ കേറി ഇറങ്ങി എക്സൈറ്റ്മെന്റ് ഉള്ള റേസ് ഇതാ.
അയ്യോ ജപ്പാന് തേയിലത്തോട്ടും സോയി ഇനി നീ എന്റെ ഫ്രണ്ടിൽ കയറില്ല. ഇത് എന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ നീ എത്ര അടുത്തെത്തിയോ? പറ മെയിൻ ചെയ്യാ. ബാങ്കാണ് ജില്ലക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കയറുള്ളൂ ഞാൻ. എന്തിനാ നീ പറയണേ? സോയി എന്ത് സോയി എന്ത് ഏത് ഭാഷ ഇത് സോയി? നിന്റെ കുതിര കാണാറുണ്ടോ? പെണ്ണ് ലബനീസ് ഒക്കെ താല്പര്യമില്ല. സോറി. നമ്മൾ കാസ്ട്രോന്റെ ആണിനെ കൊണ്ടുവന്നിട്ട് കുട്ടനെ കൊണ്ടുവരാ ഞാൻ. അതിനകത്ത് മറ്റേ കണ്ണാപ്പി പറയുന്നത് കേട്ടു. കണ്ണാപ്പിയുടെ നിക്കോളാസിനെ നിന്റെ കുതിരയായിട്ട് മെയിറ്റിന് ഇന്നാള് മേറ്റർ പറഞ്ഞിരിക്കുന്നുണ്ട്. മനസ്സിലായില്ല. എവിടെയും പോയായിരുന്നു അവിടെ. സോയി എത്ര പെർസെന്റേജ് സോയി? 60. തുടങ്ങി കേട്ടോ കുറെ നാളായിട്ട്. സൗണ്ട് ഇല്ലല്ലോ ഡോൺ ചേട്ടാ. ആയിരുന്നുണ്ട്. നിങ്ങൾ എന്നെ ഈ ഒരു ഒറ്റ ഗെയിം വെച്ച് ജഡ്ജ് ചെയ്യണം എന്റെ സ്കിൽസിനെ. 3 കളിയായല്ലോ. ഇതേ മാപ്പ് മറ്റേ ബോക്സ് ആയി വെച്ചിട്ടാ എന്റെ സ്കിൽസിനെ നിങ്ങൾ ഈ ഒരു ഒറ്റ കളി വെച്ച് ജഡ്ജ് ചെയ്യണം. സ്കോർ കാർഡിൽ എവിടെ 2 എടാ ഈ മാപ്പൊക്കെ കഴിഞ്ഞ ആ വണ്ടി വെച്ച് കളിക്കണം. ഈ വണ്ടി ഒന്നും വെച്ചല്ല കളിക്കണ്ടേ. ഇതൊക്കെ എന്ത് ഒരു വണ്ടിയാണ് അള്ളിയാ വിളിക്കുന്നത്. ഇതൊക്കെ എന്ത് അപ്പി വണ്ടി. ഇവനെ ഡിച്ചോ എവിടെയും കംബാക്ക് പറ്റത്തില്ല. നമ്മളില്ലാത്ത സമയത്ത് ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് ടോപ്പായി. റോബ്ലോക്സ് കണ്ടിട്ടില്ലടാ. ഇല്ലല്ല. ആരത്തിരി മുന്നിലുള്ളായിരുന്നില്ലടാ. പാട്ടി സൗണ്ട് ആയിട്ട് മനസ്സിലായി കാണും. മനസ്സിലായി. കിട്ടിയടാ പോടാ. ഓക്കും എന്നിട്ടും എത്തിയോ? ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ പിടിച്ചിട്ടില്ല. ഞാൻ ഇടിച്ചിട്ടില്ല. ഞാൻ ഇതെന്താ തലവരിച്ചു പോയത്? ഹലോ തുമ്മിയതാ. ഷർട്ടന്റെ തുപ്പലായിരുന്നോ? എന്താ കേട്ടില്ല. എടാ ഈകളെ നിനക്ക് ആ റോള് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈകളെ എനിക്കും കൂടെ ആ 5 മാക്സ് തിന്നെ. 5 മാക്സ് തിന്നെ. അയ്യോ അത് വഴി മാറിയോ? അവിടെ ചെറിയ ആജ്ബ്രോട്ടൽ എവിടെ പോകുന്നു? ആജ്ബ്രോട്ടൽ ഞാൻ താഴോട്ട് പോയി. 5 വാക്സിൻ ആണോ? എടുക്കൂറി പോയി ഏത് വേറെ കേട്ടു. അമ്മോ അപ്പോൾ നമ്മളൊരു വിളവിൽ പോയവരാ. വെയിറ്റ് ചെയ്യണേ. ഞാൻ പോയി. ഞാൻ ഒന്നൊരു വലിയ ഷോർട്ട് കട്ട് എടുക്കാൻ നോക്കിയതാ. അപ്പോഴാണ് നിന്റെ അടുത്ത്
ഡോൺ ബ്രോ അങ്ങോട്ടല്ല ഇങ്ങോട്ടാ. അയ്യോ ഡോൺ ബ്രോ വഴിതെറ്റി. അവിടെ എനിക്കൊന്നും കഴിയട്ടെ. ആരോക്കി വെച്ചിരിക്കണ കണ്ടില്ലായിരുന്നാ? പക്ഷെ ഞാൻ മുഞ്ചേ എന്റെ തോള് വേനെടുക്കുന്നുണ്ട് എനിക്ക്. എടാ ഞാനങ്ങ് കണ്ട പിടിച്ച് അങ്ങെത്തിയപ്പോ വിളിച്ചു പറഞ്ഞ ഇല്ല ഞാൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ ആ വഴി ഓടിച്ചങ്ങ് പോയേനെ. പറഞ്ഞപ്പോ എനിക്ക് കുറ്റം കൊള്ളാണ്ടോ. സോറി ബ്രോ, എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി. നീ എന്നെ കണ്ണു തുറപ്പിച്ചു. നീ നിന്റെ കാല് പിടിക്കാറാ ഞാൻ. കാസ്ട്രോ നോക്കി വന്നേ. കൂടി ഒന്ന് പറഞ്ഞേക്കണം. നോക്കി വന്ന ആണോ? ഒരു വളവുണ്ട്. ഓക്കേ. അവിടെ പെട്ടായിരുന്നു. നിങ്ങള് പെടണം, എന്നാലേ എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ഡീഫോറസ്റ്റേഷൻ മോശം. ലൈവിൽ ആരോ ഒടിഞ്ഞിരിക്കുന്നു. ബോട്ട് കർമ്മ കിട്ടിയാവും. ചെറിയൊരു സുനാമി പോയി അയ്യേ എടാ ഷൗട്ടൊക്കെ എത്ര പെർസെന്റ് ആയടാ? 64. ഈ ബാക്കിലോട്ട് പോകുന്നതിനായിരുന്നു കംബാക്ക് എന്ന് പറഞ്ഞതല്ലേ? നോക്കിയേ ഒരു DND ആവാതെടാ, DND ആവൂ. നമുക്കെന്തായാലും നമ്മൾ ഈ ഫ്രണ്ട് അവിടെ ഞങ്ങൾ 80% ബോട്ടിലൊക്കെ അത് 85 സെക്കൻഡ് ബാക്കി. ഈകള് ഷൗട്ടൊക്കെ എന്നെ എന്തിനാ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞിട്ട് ഞാൻ പോയി ഇരുന്നു. അവനെ പിടിക്കാൻ ഓ, പറ്റില്ല. ഞാൻ ആ ടയറിൽ അപ്പുകുട്ടനൊക്കെ ഫ്രണ്ട് ഓട്ടിലേക്ക് പോയി ഇനി അവനെ പിടിക്കാനും പറ്റത്തില്ല. ഹലോ ഹലോ എടാ, ഞാൻ ഒരു വണ്ടി ready ചെയ്തതാ. അതുകൂടെ മനസ്സിലായി. വേണ്ട വേണ്ട, ഈ ക്യാപ്പ് കയറി പോയി. ബോട്ട് എന്തായത്? ബ്രോ നോക്കി വന്നാ കൊള്ളാം. ഇവനെ പിടിക്കാൻ പറ്റില്ല അപ്പുകുട്ടനെ. ഗോകുവിനോട് ക്രൂരതയുള്ള ആരോ മാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതല്ല ഈ സ്പോർട്സാ പറഞ്ഞു ഇതടാ. അവനാ വന്നേ? അവൻ ഉണ്ടാക്കിയതാണോ? ആഷിനെ കൂടെ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ വണ്ടി കുറച്ച് ഷൗട്ടക്സിന് പോക്കോട്ടോ. ആഷിനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആഷ് ഒരുപാട് ദൂരത്താ ഇത് കേട്ടോ. അവൻ വരാൻ ഇതാ അപ്പഴും നിർത്തും. അവൻ ഇവിടെ പിത്തിരിച്ച് നിൽക്കുക. ചെക്ക് പോയിന്റ് എങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്കില്ലേ നല്ല കട്ടിയുണ്ട്. എന്റെ ലൈവില് ഒരുപാട് പേരുടെ ആഗ്രഹം കൊണ്ട് ഞാൻ ആഷിനെ കാണാൻ തിരിച്ചു പോവാണ്. ജയിക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ റീസൺ എന്ന് പറയാ. നേരെ പോകണം. നീ മൂന്നാമതല്ലേ? നീ മൂന്നാമതല്ലേ? മൂന്നാമതും ആറാമതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, മനസ്സിലായോ? അണ്ടാന്ന് വിളിച്ച് വിളിച്ച് കുണ്ടാന്നാക്കിയ അവസരം. എടാ സിറ്റി ഒന്ന് വന്നോട്ടോ കേട്ടോ, സിറ്റി ഒന്ന് വന്നോട്ടോ. എന്നിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് ആശം കിട്ടല്ലോ അതല്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല. ചാറ്റിലുള്ള കുട്ടികൾക്ക് എപ്പോ സമാധാനമായോ? ആഴ്ച കൂടെ ചെക്ക് പോയിന്റ് പോയി. എങ്ങോട്ടാ ഇത് വഴി? വഴി എങ്ങോട്ടാ ഇത്? എന്തൊരു മാപ്പടാ ഇത്? അവിടുത്തെ ഡ്രൈവിംഗ് കിടിലോ.
സൂപ്പർ സൂപ്പർ. നിങ്ങൾ ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ ഞാൻ ഇപ്പൊ എത്തും. അതെ ആദ്യം 1, 2, 3 ബോർഡർ കിട്ടില്ല, ബാക്കി എല്ലാവർക്കും അത്ര കിട്ടില്ല. ഞാൻ വെറും 400 സെക്കൻഡ് ബാക്കിലേ ഉള്ളൂ. ചവിട്ടിക്കോ പോയി. ഒരു വലിയ കയറ്റം വരുന്നുണ്ട്, സ്ലോ ആക്കല്ലേ. വിളിച്ചില്ലേ? ഓക്കെ 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 വീണ്ടും ആയിക്കോട്ടെ വാ. ഇങ്ങോട്ട് വാ. നമുക്കിങ്ങനെ ഓഫ് റോഡ് ഓഫ് എടേ, ഇത് റോഡ് ജപ്പാൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടോ ഇത്? ഇല്ലില്ല, അത്രയും കവർ തികഞ്ഞില്ല. ചെറിയ കവറാണ് ഉണ്ടാക്കിയത്. ആ ചാടി കവർ ഇട്ടിട്ട് പോയാണ് നീ. താങ്ക് യു താങ്ക് യു താങ്ക് യു. നിനക്ക് ബൂസ്റ്റ് ആയിരുന്നില്ലേ നിന്നെ ഒന്ന് കിളത്താനായി അല്ല ഹോളിക്സ് ആയിരുന്നു. അടുത്തത് നല്ല ഓടി. അങ്ങനെയുണ്ട്. Nice ആണ്, thank you, thank you, thank you. നൈസ്. കുറെ നേരത്തിന് ശേഷം എന്റെ കമന്റ്സ് sorry, sorry. ഡ്രൈവിംഗിലോ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പുക്കുട്ടനെ ഫ്രണ്ട് കയറ്റി വിട്ടിട്ട് അവനെ പിടിക്കാനും പറ്റുന്നില്ല. എന്നാ അയ്യോ ഡേ, അയ്യോ അയ്യേ, എന്നിട്ട് കേറാൻ പറ്റില്ല. അവിടെ സൈഡിൽ ഒരു സാധനം വെച്ചിരുന്നു. അത് പറ്റിക്കോളും, ഒക്കെ പറ്റിക്കോളും. എന്തോളോ കഴിഞ്ഞിട്ട് 14 എഞ്ചോടിഞ്ച് പോരാട്ടം. അയ്യോ നമ്മളെത്ര 360 മിനിറ്റ് ലേറ്റ് ആണ. ഫസ്റ്റ് ക്രൂസ് ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും. എടാ നിന്റെ അടുത്തേക്ക് എത്താൻ ഞാൻ അത്ര സെക്കൻഡ്സ് ആണ് വെയിറ്റ് ചെയ്തത്. ഒരു 35 സെക്കൻഡ് ആയപ്പോ ഞാൻ മനസ്സിലായി ഞാൻ DNF ആയി, എനിക്കിത് പറ്റുമല്ലത്. സെക്കൻഡ് എത്ര അപ്പുകൂട്ടാ? ആശുപത്രിയിൽ വരുന്നുണ്ട്. അപ്പുകൂട്ടാ പേഴ്സണേജ് എത്രയാ? പേഴ്സണേജ് 73. നീ എത്രയായി? ഞാനോ 87. നമ്മളതിന് ഇത് മാമന്റെ മക്കളെ കൊണ്ടാക്കാൻ പോകുന്ന ഒരു കാറും കൊറേ നേരെ നമ്മളതിൽ തന്നെ ചോദിച്ചേ. അത്രേ കൊള്ളായിരുന്നു. അവർക്ക് അതെ മാമന്റെ മോനോട് അത് ക്ലാസ്സിൽ കൊണ്ടാക്കാൻ വേണ്ടി